ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹീഡ്രൽ കോംപ്ലക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണ്. അവിടെ 6 ലിഗാൻഡുകളാണ് സെൻട്രൽ മെറ്റൽ അയോണിനോട് ഇൻട്രാക്ട് ചെയ്തതെങ്കിൽ ഇവിടെ 4 ലിഗാൻഡുകളാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ ഡയഗ്രാം എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത് എന്ന് ആദ്യം തന്നെ നോക്കാം. ഒരു ടെട്രാഹീഡ്രൽ കോംപ്ലക്സിൽ സെൻട്രൽ മെറ്റൽ അയോണിനെ 4 ലിഗാൻഡുകൾ ടെട്രാഹീഡ്രൽ ഫാഷനിലാണ് എന്ത് ചെയ്യുന്നത്, സറൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്, N+ എന്ന മെറ്റൽ പിന്നെ ഒരു ടെട്രാഹീഡ്രനാണ് വരയ്ക്കേണ്ടത്. പക്ഷേ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ സ്ട്രക്ചറിനെ മറ്റൊരു രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ആദ്യം നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഒരു ക്യൂബാണ് വരയ്ക്കേണ്ടത്. ക്യൂബിന് ആകെ 8 കോർണേഴ്സാണ്. അതിൽ നമുക്ക് 4 ലിഗാൻഡല്ലേ ഉള്ളൂ. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള 4 കോർണർ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് 1, അതാണ് ലിഗാൻഡ് 1, ഇത് ലിഗാൻഡ് 2. അപ്പോൾ ഇവിടെ വേണ്ട ലിഗാൻഡ് 2. നെക്സ്റ്റ് ഇവിടെ ഒഴിവാണ് ലിഗാൻഡ് 3. ഇനി ഇവിടെ ഒഴിവാണ് ലിഗാൻഡ് 4. ഇവിടെ ഒഴിവാണ്, ഇവിടെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള 4 കോർണറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പ്ലോട്ട് ചെയ്യുന്നത്. ഇനി ഇതൊരു ടെട്രാഹീഡ്രൻ ആണോ എന്നറിയാൻ ജസ്റ്റ് ഇതൊന്ന് ജോയിൻ ചെയ്താൽ മതി. ഈ 3 ലിഗാൻഡ് കൂടി ജോയിൻ ചെയ്താൽ ടെട്രാഹീഡ്രൻ്റെ ബേസ് ആവും. പിന്നെ ഈ ലിഗാൻഡിലേക്ക് ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ ടെട്രാഹീഡ്രൻ ക്ലിയർ ആയിട്ട് കാണാം. കണ്ടല്ലോ. അപ്പോൾ ഇതൊരു ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് തന്നെയാണ്. പക്ഷെ നമ്മളത് വരക്കുന്നത് ക്യൂബിൻ്റെ ഓൾട്ടർനേറ്റിംഗ് കോർണേഴ്സിലായിട്ടായിരിക്കും. ഇനി യെല്ലോ ലൈനുകൾ കാണിച്ചിട്ടുള്ളത് 3 ആക്സിസുകളാണ്. ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്, ഇത് Z ആക്സിസ്, ഇങ്ങനെ 3 ആക്സിസ്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാണാം ഒരു ലിഗാൻഡും ആക്സിസിലൂടെ വരുന്നില്ല എന്നാണ്. ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിൽ പറഞ്ഞ കാര്യം ഇവിടെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. അവിടെ 6 ലിഗാൻഡിൽ 6 ലിഗാൻഡും 6 വന്നത് ആക്സിസിലൂടെയാണ്. ഇവിടെ 4 ലിഗാൻഡാണുള്ളത്. അതിൽ ഒരു ലിഗാൻഡ് പോലും ആക്സിസിലൂടെ വരുന്നില്ല എന്നതാണ് സത്യം. അവരെല്ലാം വരുന്നത് ആക്സിസിൻ്റെ ഇടയിലൂടെയാണ്. ആക്സിസിൻ്റെ ഇടയിലൂടെയാണ് എന്നാണ് പറഞ്ഞത്. ആക്സിസിൻ്റെ ഇടയിലുള്ള സ്പേസിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഇത് 2 ആക്സിസ് ആണെങ്കിൽ ഇതിലൂടെ വരികയാണെങ്കിലാണ് അത് കറക്റ്റ് സെൻറ്ററിലൂടെ ആവുക. അത് കറക്റ്റ് സെൻറ്ററിലൂടെ ആവണമെന്നില്ല, പക്ഷേ അതിനിടയിലൂടെ എവിടെയോ ആണ് വരുന്നത്. എന്തായാലും ആക്സിസിൽ അല്ല വരുന്നത് എന്ന കാര്യം ഫിഗറിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. അതുകൊണ്ട് വീണ്ടും നിങ്ങൾ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആലോചിച്ച് നോക്കൂ. ആദ്യം ഫ്രീ ആയിരുന്ന ഒരു മെറ്റൽ അയോൺ ആയിരുന്നു. അവിടെ 6 ലിഗാൻഡ് വരുന്നു. അവർ 6 പേരും ഒരേപോലെ റിപ്പൽ ചെയ്യുകയാണെങ്കിൽ, അതായത് ലിഗാൻഡിൻ്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണ് മെറ്റലിൻ്റെ ഡി ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിനെ ഒരേപോലെ റിപ്പൽ ചെയ്യുകയാണെങ്കിൽ 5 ഓർബിറ്റലിൻ്റെയും എനർജി ഒരേപോലെ ഇൻക്രീസ് ചെയ്യുമെന്നും അത് തുടർന്നും ഡീജനറേറ്റ് ലെവലിൽ തുടരുമെന്നും ആദ്യം പറഞ്ഞു. പിന്നീട് പറയുന്നു അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്, അതൊരിക്കലും സാധ്യമല്ലാത്ത കാര്യവുമാണ്. അവിടെ നടക്കേണ്ടത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നതാണ്, T2G താഴേക്കും EG മുകളിലേക്കും. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് അതേ സാഹചര്യം വെച്ച് വിലയിരുത്തിയാൽ എന്ത് കാണാം, ഇത് ഫ്രീ മെറ്റൽ അയോണിൻ്റെ 5 ഡി ഓർബിറ്റലാണ്. ഈ ഡി ഓർബിറ്റലിൽ സപ്പോസ് യു ഹാവ് ഇലക്ട്രോൺസ് ഓൾസോ. ഈ ഇലക്ട്രോണിനെ കടന്നു വരുന്ന 4 ലിഗാൻഡിൻ്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുക വഴി ഇത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റിംഗ് പാറ്റേൺ പൂർണ്ണമായും ഒക്ടാഹീഡ്രലിന് റിവേഴ്സാണ്. ഒക്ടാഹീഡ്രലിൽ 3 ഓർബിറ്റലുകൾ ചേർന്ന T2G താഴെയും 2 ഓർബിറ്റുകൾ ചേർന്ന EG മുകളിലുമായിരുന്നു. ഇവിടെ വരുന്നത് E താഴെയും T2 മുകളിലുമാണ്. ഇവിടെ G എന്ന ടേം യൂസ് ചെയ്യേണ്ടതില്ല. ടെട്രാഹീഡ്രൽ സ്പ്ലിറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉപയോഗിച്ച പോലെ, അതായത് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിൽ ഉപയോഗിച്ച പോലെ T2G
EG എന്ന് യൂസ് ചെയ്യില്ല, പകരം T2 എന്ന് മാത്രം ഉപയോഗിക്കൂ. G എന്നത് ജെറൈഡിനെയാണ് ഉദ്ദേശിച്ചത്. ജെറൈഡ് ഓർബിറ്റൽസ് ഉണ്ടാകുന്നത് സെൻറ്റർ ഓഫ് സിമ്മട്രി ഉള്ള മോളിക്യൂൾസിൽ മാത്രമാണ്. ഒക്ടാഹിഡ്രൽ കോംപ്ലക്സുകൾ സെൻറ്റർ ഓഫ് സിമ്മട്രിക് ആയതുകൊണ്ട് അവരുടെ ഓർബിറ്റൽസ് ജെറൈഡാണ്. എന്നാൽ ഇവിടെ ജെറൈഡ് സിമ്മട്രി ഉണ്ടാവില്ല, അതുകൊണ്ട് G എന്ന് യൂസ് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. അപ്പോൾ സ്പ്ലിറ്റിംഗ് പാറ്റേൺ നിങ്ങൾ കണ്ടു. നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ താഴെയാണല്ലോ വന്നത്, അതുകൊണ്ട് ഇതിൻ്റെ എനർജി -6D കുറവാണ്. ഈ ബാരി സെൻറ്ററിനേക്കാൾ -6D കുറവാണ്, ഇവിടെ +4D കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ് 10DQ എന്ന് തന്നെയാണ്, 10DQ. ഇനി ΔT എന്ന ടൈമിലാണെങ്കിൽ -0.6 ΔT +0.4 ΔT എന്ന് വേണമെങ്കിലും എഴുതാം. ഇതെല്ലാം അവിടെ പറഞ്ഞതാണ്. ΔT എന്നുള്ളതിന് പകരം ΔO എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അവിടെ EGക്ക് 60% എനർജി കൂടുതലായിരുന്നു, ഇവിടെ EGക്ക് 60% എനർജി കുറവാണ്. അവിടെ T2Gക്ക് 40% എനർജി കുറവായിരുന്നു, ഇവിടെ 40% കൂടുതലുമാണ്. സ്പ്ലിറ്റിംഗ് പാറ്റേൺ ഈസ് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ്. ഇനി ഇതിനകത്ത് എങ്ങനെ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യും എന്നതാണ് അടുത്ത കാര്യം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അവിടെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും. അവിടെ 2 കണ്ടീഷനായിരുന്നു. ലിഗാൻഡ് വീക്കാണെങ്കിൽ താഴെ പെയറിങ് നടക്കാതെ EGയിലേക്ക് കയറുന്നു, അവിടെ ഹാഫ് ഫിൽഡ് ആയതിനു ശേഷം താഴെ T2G പെയർ ചെയ്യുന്നു, അത് ഫില്ലായതിനു ശേഷം EG പെയർ ചെയ്യുന്നു എന്നാണ്. ഇവിടെ അതുപോലെ തന്നെ അവിടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വന്നാൽ ആദ്യത്തെ 6 പേരും T2Gയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. 1, 2, 3, 4 T2Gയിൽ പെയർ ചെയ്യും, 5 T2Gയിൽ പെയർ ചെയ്യും, 6 T2Gയിൽ പെയർ ചെയ്യും, 7, 8 EGയിൽ ഹാഫ് ഫിൽഡായി കിടക്കും, 9, 10 EGയിൽ പെയർ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇനി അതുപോലൊരു കോൺഫിഗറേഷൻ നമ്മൾ ടെട്രാഹിഡ്രൽ കോംപ്ലക്സിന് എഴുതുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. അപ്പോൾ ഇത് എഴുതുന്നതിന് മുമ്പ് ചില പോയിന്റുകൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ചോദ്യം, ഒക്ടാഹിഡ്രൽ സ്പ്ലിറ്റിംഗ് നമ്മളന്ന് വരച്ചതാണ്. 3 ലെവലുകൾ താഴെയും 2 ലെവലുകൾ മുകളിലും, അതായത് താഴെ T2Gയും മുകളിൽ EGയും. ഇതാണ് ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൽ നമ്മൾ കണ്ടത്. ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ പേരാണ് ΔO, ഒക്ടാഹിഡ്രൽ സ്പ്ലിറ്റിംഗ്. ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ പേരാണ് ടെട്രാഹിഡ്രൽ സ്പ്ലിറ്റിംഗ്. ഒക്ടാഹിഡ്രൽ സ്പ്ലിറ്റിംഗ് ആണോ ടെട്രാഹിഡ്രൽ സ്പ്ലിറ്റിംഗ് ആണോ കൂടുതൽ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഒക്ടാഹിഡ്രൽ സ്പ്ലിറ്റിങ്ങിനെ അപേക്ഷിച്ച് ടെട്രാഹിഡ്രൽ സ്പ്ലിറ്റിംഗ് വളരെ കുറവാണ്, ഏകദേശം 50% താഴെയാണ്. ഓക്കെ, അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് എന്നതിൻ്റെ കാരണം അന്വേഷിച്ച് നോക്കൂ. ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമൊന്ന് ഓർത്തു നോക്കൂ. അവർ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരുന്നത് ലിഗാൻഡിൽ നിന്നുള്ള റിപ്പൾഷൻ്റെ ഫലമായിട്ടാണ്. ലിഗാൻഡുകൾ നന്നായി റിപ്പൽ ചെയ്താൽ നന്നായി സ്പ്ലിറ്റ് ചെയ്യും. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ഓർമ്മ കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ ഇവിടെ സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ് കുറവാണ്, ഇവിടെ സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ് കൂടുതലാണ്. അതിന് അന്ന് കാരണം പറഞ്ഞിരുന്നത് ലിഗാൻഡ് വാട്ടർ വീക്കാണ്, സയനൈഡ് സ്ട്രോങ് ആണ്. അപ്പോൾ സ്ട്രോങ് ലിഗാൻഡായ സയനൈഡ് വന്നാൽ നന്നായി റിപ്പൽ ചെയ്യും, നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ്. അതേ തിയറി തന്നെയാണ് ഇവിടെ വീണ്ടും ചോദിക്കുന്നത്. എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൽ സെൻട്രൽ മെറ്റൽ അയോണിനെ റിപ്പൽ ചെയ്യുന്നത് 6 ലിഗാൻഡുകൾ ചേർന്നിട്ടാണെങ്കിൽ ടെട്രാഹിഡ്രൽ കോംപ്ലക്സുകളിൽ റിപ്പൽ ചെയ്യുന്നത് കേവലം 4 ലിഗാൻഡ്സ് ആണ്. അപ്പോൾ 6 പേര് റിപ്പൽ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് 4 പേർ റിപ്പൽ ചെയ്യുമ്പോൾ എന്തായാലും അത് കുറവ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൽ
സെൻട്രൽ മെറ്റൽ അയോണിന് നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ അയോണിൻ്റെ ഡി ഓർബിറ്റൽസിന് നേരിടേണ്ടി വരുന്ന റിപ്പൾഷനെ അപേക്ഷിച്ച് ടെട്രാഹീഡ്രൽ കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ അയോണിൻ്റെ ഡി ഓർബിറ്റലിന് നേരിടേണ്ടി വരുന്ന റിപ്പൾഷൻ പൊതുവെ കുറവാണ്. ദ റിപ്പൾഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഡി ഓർബിറ്റൽസ് ഇൻ ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് ഈസ് മച്ച് ലെസ് ദാൻ ദി repulsion experienced by the d orbitals in octahedral environment, as there we have 6 ligands, but in tetrahedral complex we have only 4 ligands. രണ്ടാമത്തെ കാര്യം, in octahedral complex all the ligands coming along the axis, and we have 2 orbitals oriented along the axis, dx square y square and dz square. So they had to experience much repulsion from the 6 ligands, while in tetrahedral complex ligands are coming in between the axis. No ligand is coming through the axis. അപ്പോൾ ഇവിടെ ലിഗാൻഡുകൾ ആരും ആക്സിസിലൂടെ അല്ല വരുന്നത്. അതുകൊണ്ട് ആക്സിസിലുള്ള ഓർബിറ്റലിന്, അതായത് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറിനും ഡി സെഡ് സ്ക്വയറിനും ഒക്ടാഹിഡ്രൽ എൻവയോൺമെൻറ്റിൽ നേരിട്ട രീതിയിൽ ഒരു ശക്തമായ റിപ്പൾഷൻ നേരിടാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും അടുത്തൊരു ചോദ്യം വരും. ഇവരിൽ ആക്സിലൂടെ അല്ല വരുന്നത് എന്നത് ശരിയാണ്, ആക്സിസിന് ഇടയിലൂടെയാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ലിഗാൻഡുകൾ 4 പേരും ആക്സിസിന് ഇടയിലൂടെ വന്നു കഴിഞ്ഞാൽ ആക്സിസിനിടയിൽ 3 ലിഗാൻഡ് ഉണ്ട്. ഡി എക്സ് വൈ സെഡും ഡി വൈ സെഡും ഡി എക്സ് സെഡും, ഡി എക്സ് വൈ ഡി വൈ സെഡ് ഡി എക്സ് സെഡ്. ഈ 3 ഓർബിറ്റലിനും സ്വാഭാവികമായും വലിയ രീതിയിൽ റിപ്പൾഷൻ നേരിടേണ്ടി വരില്ലേ? അപ്പോൾ അവരുടെ എനർജി നന്നായിട്ട് കൂടില്ലേ? അതുവഴി സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ് ഉയരില്ലേ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വരാം. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ഒരു ഓർബിറ്റൽ നോക്കൂ, ഇത് ഡി എക്സ് വൈ എന്നുള്ള ഓർബിറ്റലാണ്. ഈ ഡി എക്സ് വൈ എന്ന ഓർബിറ്റലിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടാവില്ല എന്നാണ്. കാരണം ഇവിടെ നോക്കൂ, ഈ എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും മിഡിൽ എന്ന് പറയുന്നത് ഈ ലൈനാണ്. അതായത് 45 ഡിഗ്രി ഫ്രം എക്സ് ആൻഡ് 45 ഡിഗ്രി ഫ്രം വൈ. അപ്പോൾ ലിഗാൻഡ് ഇതുവഴിയാണ് വന്നിരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഡി എക്സ് വൈ എന്ന ഓർബിറ്റലിനും ഡി വൈ സെഡ് എന്ന ഓർബിറ്റലിനും ഡി എക്സ് സെഡ് എന്ന ഓർബിറ്റലിനും വലിയ രീതിയിലുള്ള റിപ്പൾഷൻ നേരിടേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇവിടെ യഥാർത്ഥ സാഹചര്യം അല്പം ഡിഫറൻ്റ് ആണ്. ലിഗാൻഡ് വരുന്നത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ അല്ല വരുന്നത്, അല്പം മാറുകയാണ്. ലിഗാൻഡ് വരുന്ന വഴി ഇതുവഴിയാണ്. ഇവിടെ ലിഗാൻഡ് വരുന്നത് ഈ ലൈനിലൂടെ അല്ല, കുറച്ച് ഇപ്പുറത്ത് മാറിയിട്ടാണ്. ഇവിടെ ലിഗാൻഡ് വരുന്നത് ഈ ലൈനിലൂടെ അല്ല, ഇതിലെയാണ്. ഇവിടെ ലിഗാൻഡ് വരുന്നത് ഈ ലൈനിലൂടെ അല്ല, കുറച്ച് മാറിയാണ്. അപ്പോൾ ഡി എക്സ് വൈ ഡി വൈ സെഡ് ഡി എക്സ് സെഡ് എന്നീ 3 ഓർബിറ്റലുകൾ കിടക്കുന്നത് ആക്സിസിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ്, അതായത് 45 ഡിഗ്രി ആംഗിളിലാണ്. എന്നാൽ അതുവഴി ഒരു ലിഗാൻഡ് പോലും വരുന്നില്ല. അവരൊന്നുകിൽ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഷിഫ്റ്റഡ് ആയിട്ടാണ് വരുന്നത്. സോ ദർ ഈസ് നോ ചാൻസ് ഓഫ് ഡയറക്റ്റ് ഓർ ഹെഡ് ടു ഹെഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ലിഗാൻഡ് ആൻഡ് ദി ഓർബിറ്റൽസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ്. അതുകൊണ്ട് ഒരിക്കലും ഒക്ടാഹിഡ്രൽ ഫീൽഡിൽ നേരിട്ട രീതിയിലുള്ള വലിയ ഒരു റിപ്പൾഷൻ ടെട്രാഹിഡ്രൽ ഫീൽഡിലെ മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽ നേരിടേണ്ടി വരില്ല എന്നതാണ് സത്യം. ഈ 2 കാരണങ്ങൾ കൊണ്ട് സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ് ടെട്രാഹിഡ്രലിൽ കുറവാണ്. എത്ര കുറവാണ് എന്ന് ചോദിച്ചാൽ 50% കുറവാണ്. അതിനൊരു ഇക്വേഷൻ എഴുതാറുണ്ട്, ഡെൽറ്റ ടി ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. വാട്ട് ദിസ് ഇക്വേഷൻ മീൻ? ടെട്രാഹിഡ്രൽ സ്പ്ലിറ്റിംഗ് ഈസ് ഓൺലി 4/9 പാർട്ട് ഓഫ് ഡെൽറ്റ ഒ. ഒക്ടാഹിഡ്രൽ സ്പ്ലിറ്റിങ്ങിൻ്റെ വെറും 4/9 മാത്രമേ ടെട്രാഹിഡ്രൽ സ്പ്ലിറ്റിംഗ് ഉള്ളൂ. 4.5/9 എന്നായിരുന്നെങ്കിൽ അത് 50% ആകുമായിരുന്നു. ഇത് 4.5ൻ്റെയും താഴെയാണ്. വി ഹാവ് ഓൺലി 4 ഔട്ട് ഓഫ് 9. അപ്പോൾ ഇത് 50% താഴെയാണ് ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ്. അപ്പോൾ അതായത് 6 വാട്ടർ ലിഗാൻഡ് വരുന്നു, 4 വാട്ടർ ലിഗാൻഡ് വരുന്ന ഒരു കേസും എടുത്താൽ വാട്ടർ തന്നെയാണ് ലിഗാൻഡ്, പക്ഷേ ഒന്ന് 6ഉം ഒന്ന് 4ഉമാണ്. ഒന്ന് ഒക്ടാഹിഡ്രൽ എൻവയോൺമെൻറ്റും ഒന്ന് ടെട്രാഹിഡ്രൽ എൻവയോൺമെൻറ്റും. അപ്പോൾ 4 ലിഗാൻഡ് വരുന്ന കേസിൽ
സ്പ്ലിറ്റിംഗ് 6 ലിഗാൻഡ് വരുന്നതിനേക്കാൾ 50% കുറയും. ആക്ച്വലി അങ്ങനെ കുറയാൻ പാടില്ല. മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ 6 4 കുറയുമ്പോൾ ഏകദേശം ഒരു 75-66% കുറയാൻ പാടുള്ളൂ. ഇത് ഇത്ര വലിയ രീതിയിലുള്ള കുറവ് വരാൻ കാരണം ഈ അറേഞ്ച്മെൻറ്റൊക്കെ വ്യത്യാസം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ 2 കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, 6 ലിഗാൻഡുള്ള 4 ലിഗാൻഡായിട്ട് കുറഞ്ഞു. പിന്നെ അവിടെ ആക്സിസിലുള്ള ലിഗാൻഡിന് നേർക്കുനേർ റിപ്പൾഷൻ ഉണ്ട്. ഇവിടെ ആക്സിസിലുള്ള ലിഗാൻഡിനോ ആക്സിസിനിടയിലുള്ള ലിഗാൻഡിനോ നേർക്കുനേർ റിപ്പൾഷൻ നേരിടേണ്ടി വന്നിട്ടില്ല. ഈ 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതണം, എന്നാൽ മാത്രമേ ഉത്തരത്തിലേക്ക് എത്തൂ. ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ സ്വാഭാവികമായും സിൻസ് ദി ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഈസ് ലോ, നമ്മൾ പറഞ്ഞല്ലോ സ്പ്ലിറ്റിംഗ് വളരെ ലോ ആണ്. ഇൻ TD സിസ്റ്റം, TD എന്ന് പറഞ്ഞാൽ ടെട്രാഹീഡ്രൽ ഫീൽഡ്, ദേ ഓൾവേസ് ഫോം ഹൈ സ്പിൻ കോംപ്ലക്സ്. യു നോ വാട്ട് ഈസ് ഹൈ സ്പിൻ ആൻഡ് ലോ സ്പിൻ. എല്ലാ ഓർബിറ്റലും ഹാഫ് ഫീൽഡ് ആകുന്നത് ഹൈ സ്പിൻ, എന്നിട്ടാണ് പെയറിംഗ് നടന്നാൽ അത് ഹൈ സ്പിൻ. അതിന് മുമ്പ് തന്നെ പെയറിംഗ് തുടങ്ങിയാൽ അത് ലോ സ്പിൻ ആവും. അപ്പോൾ ടെട്രാഹീഡ്രൽ കോംപ്ലക്സസ് ആർ ഓൾവേസ് ഹൈ സ്പിൻ. അവിടെ ലോ സ്പിൻ എന്നൊരു കേസേ ഇല്ല. അതായത് ഇവിടെ EG ആണല്ലോ ലോവർ എനർജി ലെവൽ, EG ആണ് ലോവർ ലെവൽ. അപ്പോൾ ആദ്യത്തെ ഇലക്ട്രോൺ ഇവിടെ കയറും, രണ്ടാമത്തെ ഇലക്ട്രോൺ ഇവിടെ കയറും. അത് D1 ആണെങ്കിൽ ഇവിടെ, D2 ആണെങ്കിൽ ഇവിടെയും വരും. ഇനി D3 ആണെങ്കിൽ സ്വാഭാവികമായൊരു ചോദ്യമുണ്ട്, ഇവിടെയാണോ വരിക അതോ ഇവിടെ പെയർ ചെയ്യുകയാണോ ചെയ്യാന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ആ ചോദ്യം ടെട്രാഹീഡ്രലിനെ സംബന്ധിച്ച് അപ്രസക്തമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. 1 2 കഴിഞ്ഞാൽ 3 ഇവിടെ തന്നെ, കാരണം ഗ്യാപ്പ് കുറവാണ്. ഗ്യാപ്പ് കുറവായതുകൊണ്ട് താഴെ പെയർ ചെയ്യില്ല. 3 ഇവിടെ വരും, 4 ഇവിടെ വരും, 5 ഇവിടെ വരും. ഇനി 6 പെയർ ചെയ്യും, 7 പെയർ ചെയ്യും, 8th 1, 9th 1, 10th 1. ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ. ഈ ഒരൊറ്റ കോൺഫിഗറേഷനേ ഉള്ളൂ. സ്ട്രോങ് വന്നാൽ അല്ലെങ്കിൽ വീക്ക് വന്നാൽ എന്ന 2 ചോദ്യങ്ങൾ ടെട്രാഹീഡ്രലിൽ ഉണ്ടാവില്ല. സ്ട്രോങ് വന്നാലും വീക്ക് വന്നാലും സ്പ്ലിറ്റിംഗ് പൊതുവെ കുറവാണ്. അപ്പോൾ ദേ ആർ ഓൾവേസ് ഹൈ സ്പിൻ കോംപ്ലക്സസ്. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, അത് ഓർമ്മ വേണം. എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞു. ഹിയർ വി ഹാവ് ഓൺലി 4 ligands, but in octahedral complex we have 6 ligands. Here there is no head-to-head interaction between d orbital and ligand, but there we have a head-to-head interaction between EG and ligands. ഇപ്പോൾ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും എന്നതാണ് അടുത്തത്. നമുക്ക് ആകെ എത്ര സിസ്റ്റങ്ങളാണ്? 10 സിസ്റ്റങ്ങളാണ്. D1, D2, D3, D4, D5, D6, D7, D8, D9, D10. Here we have EG1, T2G0, EG2, T2G0, then EG2, T2Gയിലേക്ക് അടുത്ത ആൾ പോകുന്നു, T2G1, EG2, T2G2, EG2, T2G3. Now EG and T2G are half filled. ഇനി താഴെ പെയറിങ് തുടങ്ങും. EG3, T2G3, EG4, T2. Sorry, you have to remove the term G, because in tetrahedral field there is no meaning for G. E1, T2 0, E2, T2 0, E2, T2 1, E2, T2 2, E2, T2 3, E3. Here it is half filled, then pairing start. T2 3, E4. Now E is completely filled. T2 4, sorry, E4, T2 3. Now E4 is complete. Now next electron go to T2, E4 itself, T2 4, E4, T2 5, E4, T2 6. These are configurations. Unpaired electron E1 1, E2 2, E2 T1 3, E2 T2 4, now 5.
Then pairing start. So gradually number of unpaired electron decreases to 0. 1, 2, 3, 4, 5, 4, 3, 2, 1, 0. How to calculate CFSE? Equation for CFSE is minus 6 into number of electrons in E, not EG, E, plus 4 into number of electrons in T2. So for E1, it is minus 6 into 1 plus 4 into 0, that is minus 6 dq. For E2, minus 6 into 2, minus 12 plus 0, minus 12 dq. T2 1, that means for D3, E2 1, E2 and T2 1, minus 6 into 2 plus 1 into, 4 into 1, that is minus 12 plus 4, minus 8 dq. Here it is minus 12 here. Here it is 4 into 2, 8, then minus 4 dq. Here it is minus 12, this is plus 12, so 0. Similarly, you can write CFSE for other configurations also. Here only we have one choice of high spin complexes only. We don't want to worry about low spin in tetrahedral system. These are the splitting in tetrahedral field. Thank you.